പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് കണക്ക് ആദ്യമായി 40,000 കടന്നു. 41,953 പുതിയ രോഗികളും 58 മരണവും. ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 3.25 ലക്ഷം പിന്നിട്ടു. എറണാകുളത്ത് 6,558 കോഴിക്കോട് 5,180 പുതിയ രോഗികൾ. കേരളത്തിൽ അതിതീവ്ര രോഗവ്യാപനമെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. സംസ്ഥാനത്ത് ഓക്സിജൻ ശേഖരം കുറഞ്ഞു വരികയാണെന്ന് മുഖ്യമന്ത്രി. 1000 ടൺ ഓക്സിജൻ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. സർക്കാർ ആശുപത്രികളിൽ ബാക്കിയുള്ളത് 40% ICU കിടക്കകൾ. നിലവിൽ വെന്റിലേറ്റർ ക്ഷാമം ഇല്ലെന്നും കണക്കുകൾ നിരത്തി മുഖ്യമന്ത്രി. ഹോസ്റ്റലുകളും ലോഡ്ജുകളും CFLTCകളാക്കാൻ നടപടി തുടങ്ങി. തിരുവനന്തപുരം ശ്രീചിത്രയിൽ ഓക്സിജൻ ക്ഷാമം. ഇന്ന് നടത്തേണ്ടിയിരുന്ന ന്യൂറോ, കാർഡിയാക് വിഭാഗങ്ങളിലെ 10 ശസ്ത്രക്രിയകൾ മാറ്റി. അടിയന്തര ശസ്ത്രക്രിയ നടത്താനായി 40ഓളം ഓക്സിജൻ സിലിണ്ടറുകൾ എത്തിച്ചു. ഓക്സിജൻ വാർ റൂമിന്റെ ചുമതല IAS ഉദ്യോഗസ്ഥർക്ക് നൽകി സർക്കാർ. വി രതീശൻ, BS തിരുമേനി, K വാസുകി, MG രാജമാണിക്യം, S ഹരികിഷോർ എന്നിവർക്ക് മേൽനോട്ട ചുമതല. ഓക്സിജൻ ലഭിക്കുന്നത് മുതൽ വിതരണം ചെയ്യുന്നതുവരെ കൃത്യമായി നിരീക്ഷണം വേണമെന്ന് ഉത്തരവ്. ഓക്സിജൻ വാർ റൂം പ്രവർത്തനം കാര്യക്ഷമമാക്കാനും നിർദ്ദേശം. CSI സഭാ വൈദികരുടെ ധ്യാനത്തിനെതിരെ ചീഫ് സെക്രട്ടറിക്ക് പരാതി. മൂന്നാറിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് നടത്തിയ ധ്യാനത്തിൽ പങ്കെടുത്തത് 480 വൈദികർ. 2 വൈദികർ കോവിഡ് ബാധിച്ച് മരിച്ചുവെന്നും 80ഓളം വൈദികർ ചികിത്സയിലെന്നും പരാതിയിൽ. നിഷേധിച്ച CSI ദക്ഷിണ കേരള മഹാ ഇടവക. പരിശോധിച്ച് തുടർ നടപടിയെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ കോവിഡ് പശ്ചാത്തലത്തിൽ ജയിലിലെ തടവുകാർക്ക് പരോൾ അനുവദിച്ച് ഉത്തരവിറങ്ങി. ഈ വർഷം പരോളിന് അർഹതയുള്ള തടവുകാർക്ക് 2 ആഴ്ചത്തേക്കാണ് പ്രത്യേക പരോൾ അനുവദിച്ചത്. ജയിലിനുള്ളിൽ സാമൂഹിക അകലം അടക്കം ഉറപ്പാക്കാനാണ് നടപടി. രാജ്യത്ത് അതിതീവ്ര കോവിഡ് വ്യാപനം. 3.25 ലക്ഷം കടന്ന് പ്രതിദിന കോവിഡ് ബാധിതർ. 24 മണിക്കൂറിടെ 3,82,315 പേർക്ക് രോഗബാധ. 3,780 മരണം. രാജ്യത്ത് കോവിഡ് 3ാം തരംഗത്തിന് സാധ്യതയെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. തമിഴ്നാട്ടിൽ ഓക്സിജൻ കിട്ടാതെ 11 മരണം. ചെങ്കൽപ്പെട്ട് സർക്കാർ ആശുപത്രിയിൽ മരിച്ചവരിൽ കോവിഡ് ബാധിതരും. പുലർച്ചെ 2 മണിക്കൂറോളം ഓക്സിജൻ ക്ഷാമം നേരിട്ടെന്ന് ബന്ധുക്കൾ. രാജ്യത്ത് പണലഭ്യത ഉറപ്പാക്കാൻ 50,000 കോടി രൂപയുടെ പദ്ധതികളുമായി റിസർവ് ബാങ്ക്. പദ്ധതി പ്രകാരം വാക്സിൻ നിർമ്മാതാക്കൾ, ആശുപത്രികൾ ഉൾപ്പെടെയുള്ളവരെ സഹായിക്കാൻ ബാങ്കുകൾക്ക് കഴിയും. മാർച്ച് 31 വരെ ആനുകൂല്യം ലഭിക്കും. രോഗികൾക്കും ഗുണം ലഭിക്കുമെന്ന് RBI ഗവർണർ ശക്തികാന്ത ദാസ്. തുടർച്ചയായി 2ാം ദിവസവും ഇന്ധനവില കൂടി. പെട്രോളിന് 17 പൈസയും ഡീസലിന് 20 പൈസയും കൂട്ടി. കൊച്ചിയിൽ പെട്രോളിന് ലീറ്ററിന് 90 രൂപ 86 പൈസയും ഡീസലിന് 85 രൂപ 51 പൈസയും. എണ്ണ കമ്പനികളുടെ നീക്കം തെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ. രാജ്യത്ത് സംവരണം 50% കൂടരുതെന്ന് സുപ്രീം കോടതി. മഹാരാഷ്ട്ര സർക്കാരിന്റെ മറാത്ത സംവരണം റദ്ദാക്കി. ഇന്ദിരാ സാഹ്നി കേസ് വിധി പുനഃപരിശോധിക്കില്ല. സംവരണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അധികാരം ചോദ്യം ചെയ്ത ഹർജികൾ തള്ളി. നിർണായക വിധി ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചിന്റേത്. കേരളത്തിലെ മുന്നാക്ക സംവരണത്തിന് തിരിച്ചടിയെന്ന് AK ബാലൻ. കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് പൊളിറ്റ് ബ്യൂറോ തീരുമാനിച്ചിട്ടില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള LDF ഉഭയകക്ഷി ചർച്ചകൾ നാളെ മുതൽ. മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് INL കത്തു നൽകി. കേരള കോൺഗ്രസിന് അർഹമായ പരിഗണന ലഭിക്കുമെന്ന് N ജയരാജ്. NCPയുടെ മന്ത്രിപദവി ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്ന് തോമസ് K തോമസ്. BDJS തത്കാലം NDA വിടില്ല. തീരുമാനം BJP നേതൃത്വത്തിന്റെ അഭ്യർത്ഥന മാനിച്ച്. BDJS സ്ഥാനാർത്ഥികളുടെ പരാജയം അന്വേഷിക്കാൻ 3-അംഗ സമിതിയെ നിയോഗിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ BJP നേതാക്കൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കും. BJP തോൽവി പഠിക്കാൻ കേന്ദ്ര പ്രതിനിധി അടങ്ങിയ സമിതി. ദേശീയ സംഘടനാ സെക്രട്ടറി BL സന്തോഷ് സമിതിയെ നിശ്ചയിക്കും. സംസ്ഥാന നേതൃത്വത്തിനെതിരെ കേന്ദ്രത്തെ സമീപിച്ച നേതാക്കളും സ്ഥാനാർത്ഥികളും. തൃപ്പൂണിത്തുറയിലെ വോട്ട് ചോർച്ചയിൽ പരാതി നൽകി ഡോക്ടർ KS രാധാകൃഷ്ണൻ. KPCC ജംബോ കമ്പനികൾ പിരിച്ചുവിടണമെന്ന് K മുരളീധരൻ. പാർട്ടിയിൽ തലമുറ മാറ്റം വേണം. താഴെത്തട്ടിൽ ഉൾപ്പെടെ മാറ്റം അനിവാര്യമെന്ന് അഭിപ്രായം. മുഖ്യമന്ത്രിക്കും K മുരളീധരന്റെ വിമർശനം. BJPക്ക് വോട്ട് കുറഞ്ഞതിൽ മുഖ്യമന്ത്രിക്ക് വിഷമം. BJP ഇല്ലാതാകണമെന്ന ആഗ്രഹം മുഖ്യമന്ത്രിക്കില്ല. തുടർഭരണം ലഭിച്ചപ്പോൾ CPIMന് അഹങ്കാരമെന്നും K മുരളീധരൻ. കോൺഗ്രസിൽ തിരക്കിട്ട് നേതൃമാറ്റത്തിന്റെ ആവശ്യമില്ലെന്ന് K സുധാകരൻ. തെരഞ്ഞെടുപ്പ് പരാജയം വെള്ളിയാഴ്ച ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി വിശദമായി വിലയിരുത്തും. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം എല്ലാവരും ഉൾക്കൊള്ളുമെന്നും K സുധാകരൻ. തിരുവനന്തപുരത്ത് കോൺഗ്രസ് A ഗ്രൂപ്പിന്റെ രഹസ്യ യോഗം ചേർന്നത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ. ബെന്നി ബെഹനാൻ, K ബാബു, MM ഹസൻ, ആര്യാടൻ മുഹമ്മദ്, തമ്പാനൂർ രവി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഗ്രൂപ്പ് യോഗമോ പാർട്ടി യോഗമോ ആയിരുന്നില്ലെന്ന് MM ഹസൻ.
തെരഞ്ഞെടുപ്പ് തോൽവിയുടെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം നാളെ ചേരും. സിറ്റിംഗ് സീറ്റുകളിലെ പരാജയം വിലയിരുത്തുകയാണ് പ്രധാന ലക്ഷ്യം. പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ പ്രവർത്തകരുടെ രോഷവും ചർച്ചയാകും. എം സ്വരാജിന്റെ പരാജയത്തിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി CPIM. വർഗീയ വിദ്വേഷം വളർത്തുന്ന രീതിയിലാണ് കെ ബാബു പ്രചാരണം നടത്തിയതെന്ന് CPIM. തൃപ്പൂണിത്തുറയിൽ പൊരുതി നേടിയ വിജയമാണെന്നും കോടതിയിൽ കാണാമെന്നും കെ ബാബു. NCPയിലേക്ക് മടങ്ങിപ്പോകുമെന്നുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് മാണി സി കാപ്പൻ. UDFൽ ഉറച്ചു നിൽക്കും. ശരത് പവാറുമായി നടന്നത് സൗഹൃദ സംഭാഷണം മാത്രമെന്നും മാണി സി കാപ്പൻ. ലവ് ജിഹാദ് പരാമർശം തിരിച്ചടിയായെന്ന് PC ജോർജ്. ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞത് പ്രചരണായുധമാക്കി. മുസ്ലിം സമുദായത്തെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ഹൈന്ദവ വിശ്വാസികൾ മാത്രമാണ് തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്തതെന്നും PC ജോർജ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിനന്ദിച്ച ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. പ്രതിസന്ധികളിൽ ജനങ്ങൾക്കൊപ്പം നിന്ന നേതാവാണ് പിണറായി എന്ന അഭിനന്ദനം. വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പദ്ധതികൾക്കുമുള്ള ആദരവാണ് വലിയ വിജയമെന്നും പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ അഭിനന്ദനം അറിയിച്ചത് ടെലിഫോണിലൂടെ. മർത്തോമ സഭ വലിയ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വിടവാങ്ങി. അന്ത്യം കുമ്പനാട് ഫെലോഷിപ്പ് ആശുപത്രിയിലെ വിശ്രമ കേന്ദ്രത്തിൽ. ഓർമ്മയായത് ധന്യമായ ആത്മീയ ജീവിതത്തിലൂടെ സമൂഹത്തെ മാറ്റിമറിച്ച മഹാ ഇടയൻ. പൗരോഹിത്യത്തെ ജനനന്മയ്ക്കായി മാറ്റിവെച്ച ശ്രേഷ്ഠ ജീവിതമെന്ന് മുഖ്യമന്ത്രി. KR ഗൗരിയമ്മയുടെ ആരോഗ്യനില ഗുരുതരം. വീണ്ടും ICUവിലേക്ക് മാറ്റി. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടേഴ്സ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി മമതാ ബാനർജി സത്യപ്രതിജ്ഞ ചെയ്തു. മമത മുഖ്യമന്ത്രിയാകുന്നത് തുടർച്ചയായ 3ാം തവണ. രാജ്ഭവനിൽ ഗവർണർ ജഗ്ദീപ് ധൻകർ സത്യവാചകം ചൊല്ലി നൽകി. രാജ്യത്താകെ പ്രതിഷേധ ധർണയുമായി BJP. സർക്കാർ രൂപീകരണം സംബന്ധിച്ച കത്ത് ഗവർണർക്ക് കൈമാറി DMK നിയമസഭാ കക്ഷി നേതാവ് MK സ്റ്റാലിൻ. വെള്ളിയാഴ്ച തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സ്റ്റാലിൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഫിറോസ് കുന്നംപറമ്പലിനെതിരെ യൂത്ത് കോൺഗ്രസ്. ഫിറോസ് ചാരിറ്റി പ്രവർത്തനങ്ങളുടെ പേരിൽ സംശയനിഴലിൽ നിൽക്കുന്ന വ്യക്തി. ജയിച്ചിരുന്നുവെങ്കിൽ പാർട്ടിക്ക് ബാധ്യതാകുമായിരുന്നുവെന്നും വിമർശനം. യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ NS നുസൂർ KPCC അധ്യക്ഷന് കത്തയച്ചു. മിനി ലോക്ഡൌൺ സംബന്ധിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങളുമായി സംസ്ഥാന പോലീസ് മേധാവി. മാസ്ക് ധരിക്കാത്തവർക്കെതിരെ ബലപ്രയോഗം പാടില്ലെന്ന് DGP. അവശ്യവസ്തുക്കൾ വിൽക്കുന്ന കടകളിൽ തടസ്സമുണ്ടാക്കരുത്. മാധ്യമപ്രവർത്തകരുടെ യാത്ര തടസ്സപ്പെടുത്തരുതെന്നും നിർദ്ദേശം. കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി ജീവനക്കാരെ തടയരുതെന്ന് ഡിവിഷൻ ബെഞ്ച്. ഇത് സംബന്ധിച്ച് പോലീസിന് നിർദ്ദേശം നൽകി. തിരിച്ചറിയൽ കാർഡ് ഉള്ളവരെയും ഹൈക്കോടതി അഭിഭാഷകരെയും തടയരുതെന്ന് കോടതി. കോവിഡ് തീവ്രവ്യാപനത്തെ തുടർന്ന് എറണാകുളം ജില്ല ഭാഗികമായി അടച്ചുപൂട്ടി. ജില്ലയിലെ 74 പഞ്ചായത്തുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. കൊച്ചിൻ കോർപ്പറേഷനിലെ 6 ഡിവിഷനുകളും കണ്ടെയ്ൻമെന്റ് സോണായി. ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി രോഗബാധിതർ വർദ്ധിച്ചതോടെ. ദേശീയ വാർത്തകൾ. ഡൽഹിയിലെ ഓക്സിജൻ ക്ഷാമത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഡൽഹി ഹൈക്കോടതിയുടെ കോടതിയലക്ഷ്യ നോട്ടീസിന് സുപ്രീം കോടതിയുടെ സ്റ്റേ. നടപടി ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേത്. ഡൽഹിയിലെ സാഹചര്യം പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതിക്ക് സ്റ്റേ തടസ്സമല്ല. ഡൽഹിക്ക് പ്രതിദിനം 700 മെട്രിക് ടൺ ഓക്സിജൻ ലഭ്യമാക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം. ഉത്തർപ്രദേശിൽ ഓക്സിജൻ വിതരണ ശൃംഖലയുടെ അധികാരികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി അലഹാബാദ് ഹൈക്കോടതി. ആശുപത്രികളിൽ ഓക്സിജൻ വിതരണം ചെയ്യാത്തത് വംശഹത്യയ്ക്ക് സമാനമെന്ന് കോടതി. മുംബൈയിലെ ഓക്സിജൻ ലഭ്യതയെ പ്രകീർത്തിച്ച് സുപ്രീം കോടതി. BMC മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നു. മഹാരാഷ്ട്ര സ്വന്തം നിലയിൽ ഓക്സിജൻ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമെന്നും സുപ്രീം കോടതി. അമേരിക്കയിൽ നിന്ന് മെഡിക്കൽ ഉപകരണ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ നിക്ഷേപം സ്വീകരിക്കാൻ ഇന്ത്യ. നീക്കം കോവിഡ് 2ാം തരംഗ സാഹചര്യം കണക്കിലെടുത്ത്. ഫൈസർ അടക്കമുള്ള കമ്പനി മേധാവികളുമായി ചർച്ച നടത്തിയെന്ന് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡർ തരൺജിത് സിംഗ് സന്ധു. കോവിഡ് പശ്ചാത്തലത്തിൽ ഇന്ത്യയ്ക്ക് സഹായവുമായി ഓസ്ട്രേലിയ. 1056 വെന്റിലേറ്ററുകളും 43 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളുമായി ചാർട്ടേഡ് ഫ്ലൈറ്റ് സിഡ്നിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടെന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി. കോവിഡ് സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് സഹായവുമായി ഇസ്രയേൽ. ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളും മരുന്നുകളും മറ്റ് കോവിഡ് ചികിത്സാ സഹായ ഉപകരണങ്ങളും ഇസ്രയേലിൽ നിന്നെത്തി. കർണാടകയിൽ പുതുതായി 50,112 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിടെ 346 കോവിഡ് മരണം. രോഗമുക്തി 26,841 പേർക്ക്. പശ്ചിമബംഗാളിലെ കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കി മുഖ്യമന്ത്രി മമതാ ബാനർജി. നാളെ മുതലുള്ള ലോക്കൽ ട്രെയിനുകളുടെ സർവീസുകൾ റദ്ദാക്കി. സംസ്ഥാനത്തേക്ക് എത്തുന്നവർ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് നിർദ്ദേശം. വാക്സിൻ, ഓക്സിജൻ വിതരണം സുതാര്യമായിരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മമതയുടെ കത്ത്. ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ വിവാഹങ്ങളും മറ്റാഘോഷങ്ങളും മാറ്റിവയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. സഹകരിക്കണമെന്ന ആവശ്യം. ഇന്ന് ആരംഭിച്ച ലോക്ഡൌൺ അവസാനിക്കുന്നത് ഈ മാസം 15-ന്. ഹിമാചൽ പ്രദേശിൽ നാളെ അർദ്ധരാത്രി മുതൽ 10 ദിവസത്തേക്ക് നിരോധനാജ്ഞ. അവശ്യ സർവീസുകൾക്ക് മാത്രം അനുമതി. സർക്കാർ ഇതര ഓഫീസുകൾ അടച്ചിടും.
പുറത്തിറങ്ങുന്നവർ നെഗറ്റീവ് RT-PCR റിപ്പോർട്ട് ലഭ്യമാക്കാൻ നിർദ്ദേശം. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ജാർഖണ്ഡിലേക്ക് തിരിച്ചെത്തുന്നവർക്കുള്ള മാർഗനിർദ്ദേശം ഇറക്കി സർക്കാർ. തിരിച്ചെത്തുന്നവർ കോവിഡ് പരിശോധന നടത്തണം. നെഗറ്റീവ് ആണെങ്കിലും 7 ദിവസം നിരീക്ഷണത്തിൽ കഴിയണമെന്നും ചീഫ് സെക്രട്ടറി. കർണാടകയിലെ കോവിഡ് വാക്സിനേഷൻ 1 കോടി പിന്നിട്ടു. 1,05,00,000 ഡോസ് വാക്സിൻ ഇതുവരെ വിതരണം ചെയ്തുവെന്ന് ആരോഗ്യമന്ത്രി. കോവിഡ് മഹാമാരിയെ നേരിടാനുള്ള പ്രധാന മാർഗം വാക്സിനേഷനാണെന്നും മന്ത്രി ഡോക്ടർ കെ സുധാകർ. IDBI ബാങ്ക് സ്വകാര്യവത്കരിക്കാൻ തീരുമാനം. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റേത്. എത്ര ശതമാനം ഓഹരിക്ക് ബാങ്ക് വിൽപ്പന നടത്തണമെന്നതിൽ റിസർവ് ബാങ്ക് തീരുമാനമെടുക്കും. അന്താരാഷ്ട്ര വാർത്തകൾ. ബ്രിട്ടനിൽ 50 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് 3ാം ഡോസ് വാക്സിൻ നൽകും. സെപ്റ്റംബർ മുതൽ നവംബർ വരെയാകും വാക്സിനേഷൻ. ക്രിസ്മസിന് മുൻപ് രാജ്യത്തെ കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാക്കുകയാണ് ലക്ഷ്യം. അമേരിക്കൻ നഗരങ്ങളായ ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും കോവിഡ് നിയന്ത്രണങ്ങൾ ഉടൻ പിൻവലിക്കും. ഭൂരിഭാഗം നിയന്ത്രണങ്ങളും ഈ മാസം 19 അവസാനിക്കുമെന്ന് ഗവർണർമാർ. ജൂലൈ 4-നകം 70% മുതിർന്ന പൌരന്മാർക്കും ആദ്യ ഡോസ് വാക്സിൻ ഉറപ്പാക്കുമെന്ന് അമേരിക്ക. ജപ്പാനിൽ ടോക്കിയോയിലും പരിസര പ്രദേശങ്ങളിലും തുടരുന്ന അടിയന്തരാവസ്ഥയുടെ കാലാവധി നീട്ടിയേക്കും. പുതിയ തീരുമാനം ഏപ്രിൽ 25-ന് ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയുടെ കാലാവധി ഈ മാസം 11-ന് അവസാനിക്കാനിരിക്കെ. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന വ്യക്തിയായ കെയ്ൻ തനക ടോക്കിയോ ഒളിമ്പിക്സിന്റെ ദീപശിഖാ പ്രയാണത്തിൽ നിന്ന് പിന്മാറി. തീരുമാനം കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ. മാർച്ചിൽ തുടങ്ങിയ ദീപശിഖാ പ്രയാണത്തിൽ ഇതിനകം കോവിഡ് സ്ഥിരീകരിച്ചത് 8ഓളം പേർക്ക്. സ്വന്തം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വെബ്സൈറ്റിൽ പുതിയ കോളം തുടങ്ങി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്വിറ്റർ, ഫേസ്ബുക്ക് നിരോധനം തുടരുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ പുതിയ നീക്കം. വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുന്ന അഭിപ്രായങ്ങൾ ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഷെയർ ചെയ്യാൻ കഴിയും. യൂറോപ്പ് യാത്രയ്ക്കിടെ ജൂണിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ജൂൺ പകുതിയോടെ ബ്രിട്ടനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ബൈഡൻ പങ്കെടുക്കും. കുട്ടികൾക്കായി പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങി ബ്രിട്ടീഷ് രാജകുമാരൻ ഹാരിയുടെ ഭാര്യ മേഗൻ. പുസ്തകത്തിന് പ്രചോദനമായത് ഹാരിയും മകനും തമ്മിലുള്ള ആത്മബന്ധം. ദി ബെഞ്ച് എന്നാണ് പുസ്തകത്തിന്റെ പേര്. പുതിയ മന്ത്രിസഭ രൂപീകരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന് നൽകിയ സമയം അവസാനിച്ചു. 2 വർഷത്തിനുള്ളിൽ ഇസ്രായേൽ 5ാം തവണ തെരഞ്ഞെടുപ്പിലേക്ക്. ഓസ്ട്രേലിയൻ മുൻ ക്രിക്കറ്റ് താരം സ്റ്റുവർട്ട് മക്ഗില്ലിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ ഒരാൾ പിടിയിൽ. താരത്തെ കഴിഞ്ഞ മാസം തട്ടിക്കൊണ്ടുപോയത് സിഡ്നിയിലെ വീട്ടിൽ നിന്ന്. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മെക്സിക്കോയിലെ മെട്രോ പാലം തകർന്നുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് പ്രസിഡന്റ് ആൻഡ്രസ് മാനുവേൽ ലോപ്പസ്. മരിച്ചവരുടെ എണ്ണം 25-ആയി. അപകടമുണ്ടായത് തിങ്കളാഴ്ച. സ്പോർട്സ് ന്യൂസ്. മാഞ്ചസ്റ്റർ സിറ്റി ചാമ്പ്യൻസ് ലീഗിൽ ഫൈനലിൽ PSG-യെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് സെമിയിൽ പരാജയപ്പെടുത്തി. റിയാദ് മെഹ്റസിന് ഇരട്ട ഗോൾ. ചാമ്പ്യൻസ് ലീഗിൽ 2ാം ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. 2ാം പാദ സെമിയിൽ ചെൽസി റയൽ മാഡ്രിഡിനെ നേരിടും. ചെന്നൈ സൂപ്പർ കിങ്സ് ബാറ്റിംഗ് പരിശീലകൻ മൈക്ക് ഹസിക്ക് കോവിഡ്. താരം നിരീക്ഷണത്തിൽ. രോഗവിവരം പുറത്തുവിട്ട ടീം മാനേജ്മെന്റ്. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് സ്വർണ്ണ മെഡൽ ജേതാവായ ഇന്ത്യൻ താരം ഗോമതി മാരിമുത്തുവിന്റെ വിലക്ക് തുടരും. താരം കുറ്റക്കാരിയാണെന്ന് കോടതി. ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതിനെ തുടർന്ന് താരത്തിന് 4 വർഷത്തെ വിലക്കേർപ്പെടുത്തി 2019. പോർച്ചുഗീസ് സൂപ്പർ പരിശീലകൻ ഹോസെ മൗറിഞ്ഞോ ഇനി ഇറ്റാലിയൻ ക്ലബായ റോമയെ പരിശീലിപ്പിക്കും. അടുത്ത സീസണിൽ റോമയുടെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കും. ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ 3 CFL-TC സെന്ററുകൾ കൂടി പ്രവർത്തനം ആരംഭിച്ചു. കാട്ടാക്കട, നെടുമങ്ങാട്, ചിറയൻകീഴ് താലൂക്കുകളിലാണ് കേന്ദ്രങ്ങൾ. സെന്ററുകളിൽ സജ്ജീകരിച്ചിട്ടുള്ളത് 200 വീതം കിടക്കകൾ. തിരുവനന്തപുരം അരുവിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കോവിഡ് എമർജൻസി വെഹിക്കിൾ നൽകി CPIM അരുവിക്കര ലോക്കൽ കമ്മിറ്റി. എമർജൻസി വെഹിക്കിളിന്റെ ഫ്ളാഗ് ഓഫ് നിയുക്ത MLA G. സ്റ്റീഫൻ, KS സുനിൽകുമാർ എന്നിവർ നിർവഹിച്ചു. നെടുമങ്ങാട് KSRTC ഡിപ്പോയും പരിസരവും അണുവിമുക്തമാക്കി മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റ്. പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് MCYM തിരുവനന്തപുരം മേജർ അതിഭദ്രാസന ഡയറക്ടർ ഫാദർ അരുൺ ഏറത്ത്. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ കൊല്ലം ജില്ലയിലെ റൂറൽ മേഖലയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച 10,483 പേർക്കെതിരെ കേസ്. പരിശോധന കൂടുതൽ ശക്തമാക്കാൻ നിർദ്ദേശം നൽകി ജില്ലാ പോലീസ് മേധാവി. കൊല്ലം ജില്ലയിൽ KSEB ജീവനക്കാരൻ പോസ്റ്റിൽ നിന്ന് വീണ് മരിച്ചു. മരിച്ചത് ശൂരനാട് സ്വദേശി ജയകുമാർ. പ്രദേശത്തെ KSEB സെക്ഷനിലെ തകരാറുകൾ പരിഹരിച്ചു വരുന്നതിനിടെയായിരുന്നു അപകടം. കായംകുളത്ത് കാറിൽ യാത്ര ചെയ്തവരെ തടഞ്ഞു നിർത്തി പണം തട്ടിയ കേസിൽ 3 പേർ കൂടി പിടിയിൽ. അഖിൽ കൃഷ്ണ, അശ്വിൻ, ശ്യാം എന്നിവരാണ് പിടിയിലായത്. 8 ലക്ഷത്തോളം രൂപ പോലീസ് കണ്ടെടുത്തു.
കോട്ടയം മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം നൽകി ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ LDF പ്രവർത്തകർ. പ്രവർത്തനം സംഘടിപ്പിച്ചത് VN വാസവന്റെ തെരഞ്ഞെടുപ്പ് വിജയാഘോഷ പരിപാടികൾക്കായി മാറ്റിവെച്ച പണം ഉപയോഗിച്ച്. ഉച്ചഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വൻ. കോട്ടയം ജില്ലയിൽ 3432 പേർക്ക് കൂടി കോവിഡ്, 3420 പേർക്കും രോഗബാധ. സമ്പർക്കത്തിലൂടെ ജില്ലയിൽ നിലവിൽ ചികിത്സയിലുള്ളത് 16,104 പേർ. ഇടുക്കി കുമളിയിൽ അതിർത്തി വഴി കടത്താൻ ശ്രമിച്ച വ്യാജ മദ്യം പിടികൂടി. കുമളി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് വണ്ടിപ്പെരിയാർ സ്വദേശികളായ 2 പേരെ. ഇരുവികുളം ദേശീയോദ്യാനത്തിൽ വരയാടുകളുടെ എണ്ണത്തിൽ വൻ വർധന. രാജമലയിൽ നടത്തിയ സെൻസസിൽ കണ്ടെത്തിയത് 894 ആടുകളെ. നിലവിൽ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയോദ്യാനം അടച്ചിട്ടിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ 1396 പേർക്ക് കൂടി കോവിഡ്, 1326 പേർക്കും രോഗബാധ. സമ്പർക്കത്തിലൂടെ 23 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. എറണാകുളം ജില്ലയിലെ ഫുഡ് ഡെലിവറി സർവീസ് സ്റ്റാഫിന് കോവിഡ് പരിശോധന നിർബന്ധമാക്കി. കോവിഡ് അവലോകന യോഗത്തിലാണ് തീരുമാനം. ബന്ധപ്പെട്ട കമ്പനികൾക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയെന്ന് ജില്ലാ കളക്ടർ. എറണാകുളം ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷം. പുതുതായി 6558 പേർക്ക് കൂടി കോവിഡ്, 2732 പേർ രോഗമുക്തരായി. ബംഗാൾ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഭാരതീയ അഭിഭാഷക പരിഷത്ത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കേരള ഹൈക്കോടതി യൂണിറ്റ് ആവശ്യപ്പെട്ടു. അക്രമങ്ങളിൽ ഇരകളായവർക്ക് സഹായം എത്തിക്കുമെന്ന് സെക്രട്ടറി അഡ്വക്കേറ്റ് ദയാസിന്ധു ശ്രീഹരി. പെരിയാറിൽ കുളിക്കാനിറങ്ങിയ 2 യുവാക്കളിൽ ഒരാൾ മുങ്ങി മരിച്ചു. ആലുവ തോട്ടക്കാട്ടുകര സ്വദേശി ആഷിഖാണ് മരിച്ചത്. ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. കൊച്ചിയിൽ ലഹരിമരുന്നുമായി യുവാവ് പിടിയിൽ. തൃപ്പൂണിത്തുറ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് ചേരാനല്ലൂർ സ്വദേശി അഫ്സലിനെ. പ്രതിയിൽ നിന്ന് പിടികൂടിയത് 1.5 ലക്ഷം രൂപ വില വരുന്ന 3.5 ഗ്രാം MDMA. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ OP സമയം പുനഃക്രമീകരിച്ചു. രോഗികളെ പ്രവേശിപ്പിക്കുക രാവിലെ 8 മുതൽ 10:30 വരെ മാത്രം. അറിയിപ്പുണ്ടാകുന്നതുവരെ നൽകുക അടിയന്തര സ്വഭാവമുള്ള ചികിത്സ മാത്രമെന്ന് അധികൃതർ. തൃശൂർ ജില്ലയിൽ 3731 പേർക്ക് കൂടി കോവിഡ്, 3705 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 1532 പേർ രോഗമുക്തരായി. മുൻ MLA-യും KPCC വൈസ് പ്രസിഡന്റുമായ CP മുഹമ്മദിന്റെ സഹോദരൻ CP സക്കീർ ഹുസൈൻ അന്തരിച്ചു. 48 വയസ്സായിരുന്നു. അന്ത്യം മസ്തിഷ്കാഘാതത്തെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് കരിങ്ങാട് ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ. തൃശൂർ മരത്താക്കരയിൽ വൻ മദ്യവേട്ട. 200 ലിറ്റർ കർണാടക മദ്യം തൃശൂർ റേഞ്ച് എക്സൈസ് പിടികൂടി. തൃശൂർ സ്വദേശികളായ 4 പേർ പിടിയിൽ. വാളയാർ കേസിൽ 2 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഈ മാസം 12-ന് പാലക്കാട് പോക്സോ കോടതി വിധി പറയും. പ്രതികളായ ഷിബു, M മധു എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. കേസ് ഏറ്റെടുത്ത CBI പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്തു. മലപ്പുറം ചങ്കരംകുളത്ത് വയൽ നികത്തി റോഡ് നിർമ്മിക്കുന്നതായി പരാതി. അനധികൃത നിർമ്മാണം മലപ്പുറം തൃശൂർ ജില്ലാ അതിർത്തിയിലെ പാണമ്പടിയിൽ. പ്രവൃത്തികൾ തടയണമെന്നാവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസർക്ക് പരാതി നൽകി നാട്ടുകാർ. കോവിഡ് ബാധിതനായ മധ്യവയസ്കൻ ചികിത്സയ്ക്കിടെ ആശുപത്രി വിട്ടിറങ്ങിയത് പരിഭ്രാന്തി പരത്തി. ദേശീയപാതയിൽ ഇറങ്ങി നിന്ന ശേഷം വാഹനങ്ങളിൽ കയറാൻ ശ്രമിച്ചു. കോട്ടയ്ക്കൽ പോലീസ് സ്ഥലത്തെത്തി അനുനയിപ്പിച്ച് രോഗിയെ തിരികെ ആശുപത്രിയിലെത്തിച്ചു. മലപ്പുറം കൊളത്തൂരിൽ ഫർണിച്ചർ നിർമ്മാണശാലയ്ക്ക് തീപിടിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടം. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് കടയ്ക്ക് തീപിടിച്ചത്. 10 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി സ്ഥാപന ഉടമ. മലപ്പുറം കൊണ്ടോട്ടി CSFL-TCക്ക് വേണ്ടി സിലിണ്ടർ ചാലഞ്ചുമായി MLA TV ഇബ്രാഹിം. പ്രഖ്യാപനം ഓക്സിജൻ സിലിണ്ടറിന്റെ അപര്യാപ്തത അടിയന്തരമായി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാവരും ചാലഞ്ച് ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച MLA. കശ്മീരിലെ മഞ്ഞിടിച്ചിലിൽ മലയാളി ജവാൻ കൊല്ലപ്പെട്ടു. വയനാട് പുഴുതന സ്വദേശി CP ഷിജിയാണ് മരിച്ചത്. മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. കോഴിക്കോട് നാദാപുരത്ത് ഹെൽമറ്റ് ധരിക്കാത്തതിന് യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. ചേലക്കാട് സ്വദേശി രജുലേഷിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സ്പെഷ്യൽ ബ്രാഞ്ചിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് വടകര റൂറൽ SP. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ അപര്യാപ്തതയില്ലെന്ന് ജില്ലാ കളക്ടർ S. സാംബശിവറാവു. നിലവിൽ ആശുപത്രിയിലുള്ളത് 9 വെന്റിലേറ്ററുകൾ. രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചാൽ കോവിഡ് ഇതര വിഭാഗങ്ങളിലെ വെന്റിലേറ്റർ സേവനം കൂടി ഉപയോഗപ്പെടുത്തുമെന്നും ജില്ലാ കളക്ടർ. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണറായി നീലകണ്ഠൻ AN ചുമതലയേറ്റു. വയനാട് പൂതാടി സ്വദേശിയാണ്. ആരോഗ്യവകുപ്പിൽ ഗവൺമെന്റ് ജോയിന്റ് സെക്രട്ടറി, കോഴിക്കോട് മേഖലാ സൂപ്പർ ചെക്ക് ഓഫീസർ എന്നീ ചുമതലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ 2087 പേർക്ക് കൂടി കോവിഡ്, 1947 പേർക്കും രോഗബാധ. സമ്പർക്കത്തിലൂടെ ജില്ലയിൽ 45 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു.
മാ എന്ന അക്ഷരം കൊണ്ട് മായാജാലം തീർത്ത മകാരം മത്തായി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം കണ്ണൂരിലെ ചുങ്കക്കുന്ന് ഫാത്തിമ മാതാ ഫൊറോന പള്ളിയിൽ. കാസർഗോഡ് ജില്ലയിൽ 1056 പേർക്ക് കൂടി കോവിഡ്, 125 പേർക്ക് രോഗമുക്തി. നിലവിൽ ചികിത്സയിലുള്ളത് 13,301 പേർ. വിജയ് ചിത്രത്തിന്റെ ഭാഗമാകാൻ മലയാളി താരം ഷൈൻ ടോം ചാക്കോ. മാസ്റ്ററിന് ശേഷം വിജയ് നായകനാകുന്ന ചിത്രമാണിത്. നെൽസൺ ദിലീപ് കുമാറാണ് സംവിധാനം. പൂജ ഹെഗ്ഡെയാണ് നായിക. സർദാർ കാ ഗ്രാൻഡ് സൺ എന്ന ചിത്രത്തിലെ വീഡിയോ ഗാനം റിലീസ് ചെയ്തു. അർജുൻ കപൂർ, രാകുൽ പ്രീത് സിംഗ്, അദിതി റാവ് ഹൈദരി എന്നിവർ പ്രധാന വേഷത്തിൽ. റിലീസ് മെയ് 18. ഫാക്ട് ചെക്ക്. ആസ്പിഡോസ്പെർമാക്യൂ എന്ന ഹോമിയോ തുള്ളിമരുന്ന് കോവിഡ് ബാധിതർക്ക് നൽകിയാൽ ഓക്സിജൻ ലെവൽ ശരിയാകുമെന്ന പ്രചാരണം വ്യാജം. യഥാർത്ഥത്തിൽ ആസ്പിഡോസ്പെർമാക്യൂ മരുന്ന് ആസ്തമ, രക്തസമ്മർദ്ദം, ചുമ, കഫക്കെട്ട്, ശ്വാസം മുട്ടൽ എന്നീ അസുഖങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കോവിഡ് വരാതെ ഇരിക്കാൻ ഗോമൂത്രം കുടിച്ചുവെന്ന പ്രചാരണം വ്യാജം. യഥാർത്ഥത്തിൽ ഒരു ഹാൻഡ് പമ്പിൽ നിന്ന് യോഗി വെള്ളം കുടിക്കുന്ന ചിത്രം എഡിറ്റ് ചെയ്താണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിക്കെതിരെ വ്യാജ പ്രചാരണം. നന്ദിഗ്രാമിൽ പരാജയപ്പെട്ടാൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്ന് മമതാ ബാനർജി പറഞ്ഞതായാണ് പ്രചാരണം. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞത് സുവേന്ദു അധികാരി. മമതാ ബാനർജി അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടില്ല. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ചരിത്ര വിജയം നേടിയതിന് പിന്നാലെയാണ് മമതാ ബാനർജിക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള വ്യാജ പ്രചാരണം. നന്ദിഗ്രാമിൽ പരാജയപ്പെട്ടാൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്ന് മമതാ ബാനർജി പറഞ്ഞതായാണ് പ്രചരിക്കുന്നത്. നന്ദിഗ്രാമിൽ 1622 വോട്ടുകൾക്ക് മമത പരാജയപ്പെട്ടിരിക്കുന്നുവെന്നും പഴയ വാക്ക് പാലിക്കാൻ തയ്യാറാണോ എന്നും ചോദിച്ചാണ് പോസ്റ്റുകൾ പ്രചരിക്കുന്നത്. മമതയുടെയും സുവേന്ദു അധികാരിയുടെയും ഒരുമിച്ചുള്ള പഴയ ചിത്രം ഉൾപ്പെടുന്ന പോസ്റ്റ് നിരവധി പേർ പങ്കുവച്ചു. എന്നാൽ നന്ദിഗ്രാമിൽ പരാജയപ്പെട്ടാൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്ന് മമതാ ബാനർജി പറഞ്ഞിട്ടില്ല. അത്തരമൊരു പ്രസ്താവന നടത്തിയത് സുവേന്ദു അധികാരിയാണ്. മമതാ ബാനർജിയെ 50,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുമെന്നും അല്ലാത്തപക്ഷം രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്നായിരുന്നു സുവേന്ദു അധികാരി പറഞ്ഞത്. മമതയ്ക്കെതിരെ 1956 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിനാണ് സുവേന്ദു അധികാരി വിജയിച്ചത്. ഇനിയിപ്പോൾ കിട്ടിയത് കിടപ്പ് രോഗികൾക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ പോലീസ് എത്തിച്ചു നൽകും. ഇതിനായി 112 എന്ന കൺട്രോൾ റൂം നമ്പറിൽ ബന്ധപ്പെടണമെന്ന് പോലീസ്. സാധാരണ തലത്തിലുള്ള മരുന്നുകൾ എത്തിക്കാനായി ഈ സേവനം ലഭിക്കില്ലെന്ന് DGP. അയർലൻഡിൽ നിന്നെത്തിയ ഓക്സിജൻ ജനറേറ്റർ ഡൽഹി ക്യാൻറ്റിലെ ബേസ് ഹോസ്പിറ്റലിൽ സ്ഥാപിക്കുമെന്ന് ഇന്ത്യൻ ആർമി. 1 മിനിറ്റിൽ 500 ലിറ്റർ ഓക്സിജൻ ഉത്പാദിപ്പിക്കാൻ സാധിക്കും. ബെഡിലുള്ളവർക്ക് മിനിറ്റിൽ 10 ലിറ്റർ ഓക്സിജൻ വീതം നൽകാനാകുമെന്ന് സൈന്യം. ജാർഖണ്ഡിലെ മാധ്യമപ്രവർത്തകരെ കോവിഡ് മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. മാധ്യമപ്രവർത്തകർക്ക് വാക്സിൻ കുത്തിവയ്പ് ഉറപ്പുവരുത്താൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം. മഹാരാഷ്ട്രയിലെ പ്രതിദിന കോവിഡ് മരണത്തിൽ വൻ വർധന. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ രോഗം ബാധിച്ച് മരിച്ചത് 920 പേർ. 57,640 പേർക്ക് കൂടി കോവിഡ്. കാനഡയിൽ ഫൈസർ ബയോഎൻടെക്കിന്റെ കോവിഡ് വാക്സിൻ കുട്ടികൾക്ക് നൽകാൻ അനുമതി. വാക്സിൻ നൽകുന്നത് 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക്. ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ വാക്സിനേഷൻ അനുമതി നൽകുന്ന ആദ്യ രാജ്യമാണ് കാനഡ. 100 ന്യൂസ് അവസാനിച്ചു.